നാട് മുഴുവൻ പാമ്പിനെ പേടിച്ചിരിക്കുമ്പോൾ പാമ്പിനെ പോക്കറ്റിലുള്ള ഒരുത്തന്റെ അഭ്യാസം. അണലിയെ പോക്കറ്റിലിട്ട് ചായ കുടിക്കാൻ അങ്ങാടിയിലെത്തി ഒരു അതിഥി തൊഴിലാളി. അരീക്കോട് ഒതായി അങ്ങാടിയിൽ ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അരികിലുണ്ടായിരുന്ന ഒരാൾക്ക് പാമ്പിനെ കാണിച്ചു കൊടുത്തതോടെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. കാണാം ആ ദൃശ്യങ്ങൾ. പലതവണ ഇയാൾക്ക് പാമ്പിന്റെ കടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ ജീവനോടുണ്ടോ എന്തോ? അണലിയെ പോക്കറ്റിലിട്ട് ചായ കുടിക്കാൻ അങ്ങാടിയിലെത്തിയ ഒരു അതിഥി തൊഴിലാളിയെ കുറിച്ചാണ്. മുബഷിപ്പി അക്ബർ ഉണ്ട്. മുബഷിപ്പി അക്ബർ, ഇയാൾ ഈ പോക്കറ്റിൽ നിന്ന് തപ്പിയെടുക്കുന്നത് അണലിയാണോ? ഇയാളിപ്പോ ജീവനോടുണ്ടോ? അരുൺകുമാർ, അണലിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഒതായി അങ്ങാടിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അരികിലുണ്ടായിരുന്ന ഒരാൾക്ക് പാമ്പിനെ കാണിച്ചു കൊടുത്തതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. അണലിയെ പോക്കറ്റിലെത്തി ചായ കുടിക്കാൻ അങ്ങാടിയിലേക്ക് എത്തിയതായിരുന്നു ഈ അതിഥി തൊഴിലാളി. അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് സംശയമുണ്ട്. അതിനിടയിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. തൊട്ടടുത്ത ആളുകൾ ഇയാളുടെ പോക്കറ്റിൽ ഒരു വസ്തു ഇളകുന്നത് കാണുന്നു. ഉടനെ ഇയാൾ കൈയിട്ടത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്, വീണ്ടും പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നാട്ടുകാർ കാണുന്നതോടുകൂടിയാണ് ഒരു ഭാഗത്ത് നാട്ടുകാർ ഇത് മൊബൈലിൽ പകർത്തുന്നത്. പലതവണ പോക്കറ്റിൽ നിന്നും അണലിയെ പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ കയ്യിന് കടിയേൽക്കുന്നുണ്ട്. പാമ്പിന്റെ കടിയേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ അണലിയെ മറ്റൊരു കവറിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാർ നിർബന്ധിച്ച് ഈ അണലിയെ മറ്റൊരു കവറിലേക്ക് ആക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ പാമ്പിന്റെ പലതരത്തിലുള്ള കടികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഒതായിൽ നിന്നും ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ മേഖലയിൽ പലവിധ ജോലികൾ ചെയ്യുന്ന അതിഥി തൊഴിലാളിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തെ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നാട്ടുകാരിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകിയത് കൊണ്ട് വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അണലി തന്നെയാണോ അതോ മറ്റേതെങ്കിലും വിഷമില്ലാത്ത പാമ്പിനെ ആയിരുന്നു? അണലി പോലെയുള്ള ഒരു പാമ്പാണ്. അത് അണലിയാണെന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും, എന്നാലേ പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. നാട്ടുകാർ അത് തറപ്പിച്ച് പറയുന്നുണ്ട്. അണലി തന്നെയാണത്. അണലിയുടെ ചെറിയ പാമ്പ്. ഈ പാമ്പ് പിടുത്തക്കാരനൊന്നും അല്ലല്ലോ, ഈ പാമ്പ് പിടുത്തം അഭ്യാസമാക്കിയ കക്ഷിയൊന്നും അല്ലല്ലോ അല്ലേ? നീ ഇയാളുടെ നാട്ടിലെ വല്ല വ്ളോഗറോ മറ്റോ ആണോ ഇയാൾ? അല്ല അരുൺകുമാർ, അദ്ദേഹം പാമ്പ് പിടുത്തക്കാരനൊന്നുമല്ല. അവിടെ ഈ പലവിധ ജോലികൾ ചെയ്യുന്ന അതിഥി സംസ്ഥാന തൊഴിലാളിയാണ്. കുറച്ചു കാലമായി അരീക്കോട് ഒതായി ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രവർത്തിക്കുന്ന തൊഴിലാളിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെ അതെ, മദ്യലഹരിയിലാണോ എന്നുള്ളത് സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാകാം അത്തരമൊരു സാഹസികതയിലേക്ക് കടന്നത് എന്ന് വേണം കരുതാൻ.